ശരിക്കും ഈ ഫുഡ് ബ്ലോഗൊന്നുമല്ല, ഇത് കുറച്ച് രാഷ്ട്രീയം പറയണം എനിക്ക് സിദ്ദീഖിനോട്. കാരണം ജില്ലാ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന ആളാണ്. ചില കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടേറിയ നല്ല ചൂടുള്ള കല്ലുമൊക്കെ അതിൻ്റെ കൂടെ നല്ല തണുത്ത ഒരു ഫ്രഷ് ലൈം അടിക്കണം. ജ്യൂസൊക്കെ ഉണ്ട് നല്ല മിതമായ നിരക്കിൽ, ഇടയ്ക്കൊന്നും അടിക്കാറുണ്ട്. അപ്പോൾ ഇന്നൊരു ഫ്രഷ് ലൈം അടിക്കണമെന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ നമുക്ക് സിദ്ദീഖിനോട് ചോദിച്ചറിയും വേണം. പെരുമ്പള നൈമർമല റൂട്ടിലുള്ള ടീ കഫേ തട്ടുകട, നമ്മുടെ സിദ്ദീഖ് പാലത്തിൻ്റെ തട്ടുകടയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചസമയം നല്ല വിശക്കുന്നുണ്ട്. ഒന്ന് ഒരു ഫ്രഷ് ലൈം, അതുപോലെ ഒരു കടി സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം. അതുപോലെ നമ്മളെ സിദ്ദീഖുമായിട്ട് ഇന്ന് ഫുഡിൻ്റെയോ അല്ല സ്നാക്സിൻ്റെ കാര്യമല്ല സംസാരിക്കാൻ പോകുന്നത്. നല്ല ജില്ലാ നേതൃനിരയിൽ തിളങ്ങി നിന്ന, രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന സിദ്ദീഖാണ്. അപ്പോൾ സിദ്ദീഖിനെ കുറിച്ച് രാഷ്ട്രീയം സംസാരിക്കണം സിദ്ദീഖിനോട്. അപ്പോൾ ആള് നല്ല തിരക്കിലാണ്. ഇത് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ്. നല്ല കസ്റ്റമറൊക്കെ വരുന്ന ഒരു ഷോപ്പാണ്. നല്ല ടേസ്റ്റി സ്നാക്സും അതുപോലെ ജ്യൂസും ഒക്കെ കിട്ടുന്ന നല്ല മിതമായ നിരക്കിൽ. വെറും 25 രൂപയ്ക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന വേറെ ഏതെങ്കിലും ഷോപ്പ് നമ്മളെ ഈ ചുറ്റുപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെല്ലാം കിട്ടുമോ സിദ്ദീഖ്, നീ ഒന്ന് പറഞ്ഞേ. ചിക്കു, ക്യാരറ്റ്, മുന്തിരി, ഷമാമ്, അബിൽ മിൽക്ക്, സോഡ, സർബത്ത്, മിൻ ലൈം, ഫ്രഷ് ലൈം. ജ്യൂസ് ഐറ്റം എല്ലാം 25 രൂപ. 25 റുപ്പീസ്. സ്നാക്സ് എന്തൊക്കെയുണ്ട്? സ്നാക്സ് പപ്സ് 15 റുപ്യ, പിന്നെ ഉന്നക്കായ ഒരു 15-20 ഐറ്റം സ്നാക്സ് ഉണ്ട്. 20 റുപ്യ കൂടുതലൊന്നുമില്ല. കല്ലുമ്മക്കായി മിതമായ നിരക്കിലുള്ള സാധനങ്ങളാണ്, നല്ല ടേസ്റ്റി സാധനങ്ങൾ. അപ്പോൾ എന്തായാലും എല്ലാവരും സന്ദർശിക്കണം ഈ ഭാഗം. ഷെയ്ക്ക് കേട്ടോ. കല്ലുമ്മക്കായ് സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ സിദ്ദീഖിൻ്റെ കടയിലെ കല്ലുമ്മക്കായ്. ഇതാ നല്ല ചുവന്ന മുളകിട്ട് അരിച്ച് നല്ല കല്ലുമ്മക്കായ ഫുള്ളായിട്ടില്ല. അത് എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട് കേട്ടോ. സാധനം കിട്ടും, സാധനം ഏത് സമയത്തും കിട്ടും. ഇപ്പം ഇന്ന് പിന്നെ രാവിലെ തുടങ്ങിയപ്പോൾ തീരാനായി സാധനം സ്റ്റോക്കാണ് സാധനം. നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. നല്ല അടിപൊളി സാധനം. സിദ്ദീഖ്, ഞാൻ ചില കാര്യങ്ങൾ നിലവിലുള്ള റീസെൻറ്റ് കറൻറ്റ് ഇന്ത്യനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾക്ക് നിൻ്റേതായ രാഷ്ട്രീയം ഉണ്ടാവും, നിൻ്റേതായ നിലപാടുകളുണ്ട്. പക്ഷേ നിൻ്റെ രാഷ്ട്രീയ നിലപാടോ പിന്നെ ഒന്നുമല്ല. ഞാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കുള്ള നിൻ്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. നീ പറയുമ്പോൾ, മറുപടി പറയുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ നീ പറയാൻ പാടില്ല. ഒരു പൊതു നിൻ്റെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. നിലവിൽ രാജ്യത്തെ ഭരണഘടന ഭീഷണിയിലാണോ? തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യം തന്നെ ഭീഷണിയിലാണ്. കാരണം പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നടക്കുന്ന കലാപമാണ്, ഏകാധിപത്യത്തിലുള്ള ഭരണമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഭരണഘടനയെ കശാപ്പ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിടയ്ക്ക് ഒരു കസ്റ്റമർ ഇരിക്കുന്നു. ലസ്സി, സോഡ ലൈം, മിന്റ് ലൈം, ഇതൊക്കെ 25 രൂപ. അടിപൊളി ഷെയ്ക്ക്. നല്ല മിതമായ നിരക്കിലാണ് സിദ്ദീഖ് ആൾക്കാർക്ക് ഈ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങൾ ഒക്കെ നൽകുന്നുള്ളത്. അപ്പോൾ ഈ
തിരക്ക് പിടിച്ച് സിദ്ദീഖിൻ്റെ ഷോപ്പിൽ. കാരണം ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമർ കയറി വരും. അപ്പോൾ സിദ്ദീഖിനെ അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ നല്ല ഫ്രഷ് ലൈം സിദ്ദീഖ് നമുക്ക് അടിച്ചു തന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ആ മനസ്സും ശരീരമൊന്നും തണുത്ത് റെഡിയായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് പക്ഷേ നമുക്ക് പറയാനുള്ളത് ചൂടേറിയ ചർച്ചകളാണ്. അപ്പോൾ നേരത്തെ സിദ്ദീഖിനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യം എന്താണ്? നമ്മൾ തൃപ്തരാണോ? അല്ലെങ്കിൽ പിന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഭരണഘടന സുരക്ഷിതമാണോ? സിദ്ദീഖ്. ഒരിക്കലും അല്ലല്ലോ. ഇന്ത്യയുടെ ഭരണഘടന സുരക്ഷിതമല്ല. ന്യൂനപക്ഷത്തെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് സിദ്ദീഖിനും എനിക്കല്ലോ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഒരു സാഹചര്യത്തിൽ? നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ വേറെ ആൾക്ക് വേണ്ടി തടങ്കപാളയങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാവില്ല എന്ന് തീർച്ചയാണ്. ഈ രാജ്യം മതേതര രാജ്യമാണ്. അല്ല, ഒരു വ്യക്തിക്ക് എങ്ങനെ പൗരനും അവകാശമുള്ളതാണ്. അത് എങ്ങനെ നമ്മൾ വസ്ത്രം ധരിക്കണം, എങ്ങനെ നമ്മൾ എന്ത് രീതിയിൽ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെ അവകാശമാണ്. രാജ്യം സ്വതന്ത്ര രാജ്യമാണ് ഇന്ത്യ. ആലോചന അതിൻ്റെ പുറകിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ അതിൻ്റെ പിന്നാമ്പുറം വലിയൊരു ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ പുറകിൽ. അതിൽ തർക്കമൊന്നുമില്ല. രാജ്യം അപകടത്തിൽ പോകുന്നത് ഏത് ശക്തിയാണെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പോൾ ഈ ഇവിടെയുള്ള സമൂഹത്തെ, അതായത് ന്യൂനപക്ഷങ്ങൾ, അതുപോലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഭരണഘടനയെ പിന്നെ പിച്ചിച്ചീന്തുന്ന രീതിയിലേക്ക് പിന്നെ ഇവിടെയുള്ള ഭരണകൂടങ്ങൾ പിന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സിദ്ദീഖ് പറയുന്നത്. എന്താണ് അതിന് പരിഹാരം? നമ്മൾ പിന്നെ രാജ്യത്തുള്ള പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ കടമകളുണ്ട്. അത് തിരിച്ചറിയേണ്ടതുണ്ട്. അത് എന്ത് തിരിച്ചറിവാണ് നമ്മൾ അത് നേടിയെടുക്കേണ്ടത് സിദ്ദീഖ്? അത് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണ്. പക്ഷേ അതിൽ കുറച്ച് പേരേ ഉള്ളൂ ഈ നരേന്ദ്രമോദിയോടൊപ്പം ഉള്ളത്. ഇവിടെയൊക്കെ എല്ലാ സംസ്ഥാനത്തും നമ്മൾ പറയുന്നില്ല വർഗീയ കലാപം അഴിഞ്ഞാടുന്നു എന്നുള്ളത്. എല്ലാവരും ഒരു മാലയിലെ മുത്തുപോലെ കൈകോർക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രമാണ് ഈ വർഗീയ കലാപം അയച്ചു വിടുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലൊന്നും നടക്കില്ല. അവർ ചിന്തിക്കുന്ന രീതിയിലൊന്നും ഇന്ത്യ മുന്നോട്ട് പോകില്ല. ഇപ്പൊ ശക്തമായ പ്രതിപക്ഷവുമുണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത്. അതായത് ഇന്ത്യയുടെ പാർലമെന്റിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ നരേന്ദ്രമോദി ചോർ ഹേ എന്ന്. അങ്ങനെയുള്ള ഇച്ഛാശക്തിയുള്ള എംപിമാരൊക്കെ ഇന്ത്യയുടെ പാർലമെന്റിലുണ്ട്. അതുകൊണ്ട് നടക്കില്ല എന്നല്ല, എങ്കിലും അങ്ങനെയുള്ള ഓരോ എംപിമാരുമാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏത് പാർട്ടിയാകട്ടെ. നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി സംസാരിച്ചല്ലോ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നു. അതായത് ഈ ഭരണകൂടങ്ങളെ നിശിതമായി വിമർശിക്കുന്ന, ചോദ്യം ചെയ്യുന്ന ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പിന്നെ നമ്മുടെ പാർലമെൻറ്റുകളിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിൽ ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് സിദ്ദീഖ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ അപകടത്തെ തടയാൻ, ഈ ഭരണഘടനയെ തകർക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും, അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോ സംസ്ഥാനത്തും പിന്നെ വ്യത്യസ്തരായ പിന്നെ പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഭരണവും അല്ലെങ്കിൽ അധികാരവും കൈപ്പിടിയിൽ ഒതുക്കാതെ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ പിന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അല്ലേ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. രാജ്യത്തെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഒരു തർക്കമില്ല. അപ്പോൾ ഏതായാലും ഇന്ന് ഈ ഒരു പിന്നെ നമ്മുടെ സിദ്ദീഖിൻ്റെ കടയിൽ വെച്ച് നല്ല ചൂടേറിയ വിഭവങ്ങളുള്ള സ്നാക്സുള്ള കടികളുള്ള ഈ ഒരു പിന്നെ കടയിൽ വെച്ച് നല്ല ചൂട് കടികളും അതുപോലെ നല്ല തണുത്ത ഫ്രഷ് ലൈമും ജ്യൂസൊക്കെ നല്ല മിതമായ നിരക്കിലാണ് സിദ്ദീഖ് ഇവിടെ കൊടുക്കുന്നത്. കസ്റ്റമറിനൊക്കെ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. സ്ഥിരമായി വരുന്ന കസ്റ്റമേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും നമുക്ക് സിദ്ദീഖിനോട് ചോദിച്ചറിയേണ്ടതുണ്ട്.